ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു സാറ്റർഡേ വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ്. വേറെ ചിക്കനും ബീഫൊന്നുമില്ല, മുട്ട വെച്ച് തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാം. എന്നും ഇവിടെ ബാക്കി ഇരുന്ന കുറച്ച് റൈസ് ഉണ്ടായിരുന്നു, അത് വെച്ച് നമുക്ക് ഒരു എഗ് ബിരിയാണി ഉണ്ടാക്കാം. ഞാനിതൊക്കെ ചെയ്യുന്ന ചിക്കുവിനെ ഉറക്കി കിടത്തിയിട്ട്, അല്ലെങ്കിൽ ഇന്നിവിടെ ആരും ബിരിയാണി പോയിട്ട് കഞ്ഞി പോലും കുടിക്കില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് സവാള ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. കുറച്ച് ഉപ്പും പഞ്ചസാരയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഗോൾഡൻ കളർ വരാനായിട്ടാണ്. അത് 2 മിനിറ്റ് കാര്യമുള്ളൂ, അത് ഫ്രൈ ആയി വന്നോളൂ. അപ്പോഴത്തേക്ക് നമുക്ക് കുക്കറിലാണ് ഇന്ന് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ കുക്കറിലോട്ട് ബാക്കി വന്ന എണ്ണ ഒഴിച്ച് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്ത് ഫസ്റ്റ് തന്നെ സവാള ഇട്ട് അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് പിന്നെ കുറച്ച് തക്കാളി ഇട്ട് ഇതെല്ലാം നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം മസാലകളായ മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് ഇതിലായിട്ട് നല്ലോണം വഴറ്റുക. നമ്മൾ കൈ ഒടിയുന്ന വരെ വഴറ്റുക, എന്നാലും നമ്മൾ ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കാൻ മറക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ആയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് നമുക്ക് എത്ര വെള്ളം വെച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ആ വെള്ളത്തിലേക്ക് കുറച്ച് നെയ്യും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് തിളയ്ക്കാൻ വിടാം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന അരി ഇതിലോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ വിസിലിടാതെയാണ് വേവിച്ചത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെയും വേവിക്കാം, എങ്ങനെയാണെങ്കിലും ഓക്കെ. പക്ഷേ ഞാനിവിടെ കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്, അതുകൊണ്ട് ആ ക്ലിപ്പില്ല. എന്നാലും നമുക്ക് തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സ്വാദിഷ്ടമായ ബിരിയാണി റെഡി. ഞാൻ വെച്ചുകൊണ്ട് പറയില്ല, നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. പക്ഷേ ഞാൻ ബിരിയാണിയാണ് വെക്കാൻ ഉദ്ദേശിച്ചെങ്കിലും വെച്ച് വന്നപ്പം മന്തിയുടെ ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ